എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് സിനിമകൾ ഇന്ന് OTT റിലീസുണ്ട്. ലോക, കാന്തര തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലി നായകന സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഈ സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് C5ലാണ് ആഭ്യന്തര കുറ്റവാളി റിലീസായിരിക്കുന്നത്. സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് തണൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. അഥർവയാണ് സിനിമയിലെ നായകൻ. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഈ തണൽ എന്ന സിനിമ ഇന്ന് ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിലീപ് നായകനായ സിനിമയാണ് തങ്കമണി. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് തങ്കമണി. കേരളത്തിലെ ഒരു റിയൽ സ്റ്റോറിയാണ് തങ്കമണി പറഞ്ഞു പോയത്. പക്ഷേ സിനിമ ഇതുവരെ OTTയിൽ വന്നിട്ടില്ല. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈം തങ്കമണിയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടി OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഇമ്പം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. ലാലു, അലക്സ് തുടങ്ങി ഒരുപാട് പേര് സിനിമയിലുണ്ട്. ഈ ചിത്രം ഇന്ന് സൺനെസ്റ്റിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ ഹിറ്റായ സിനിമയാണിത്. ഈ ചിത്രത്തിന്റെ തമിഴ് ഇംഗ്ലീഷ് വെർഷനാണ് ഇപ്പോൾ ആമസോൺ പ്രൈമിൽ റിലീസായിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വള എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് വള സിനിമയ്ക്ക് ലഭിച്ചത്. ലുക്മാൻ അടക്കം ഒരുപാട് പേര് വള സിനിമയിലുണ്ട്. ഈ ചിത്രത്തിന്റെ OTT അവകാശം മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഈ വീക്കിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കിഷ്കിന്ധാപുരി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തെലുങ്ക് സിനിമയാണ്. ഈ സിനിമ ഇപ്പോൾ C5ൽ റിലീസാക്കാൻ ഒരുങ്ങുകയാണ്. അനുപമ നായികയായ കിഷ്കിന്ധാപുരി സിനിമ ഇന്നാണ് C5ൽ റിലീസ്. തമിഴ് ഭാഷയിലെ സിനിമ ഇന്ന് അവൈലബിൾ ആയിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് ബാൾട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷൈനികത്തിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ബാൾട്ടി. സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തമിഴിലടക്കം സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് മികച്ച ആക്ഷൻ രംഗങ്ങൾ ബാൾട്ടിയിലുണ്ട്. ഇപ്പോൾ ഇതാ ഈ ഒരു സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. മനോരമ മാക്സും ആമസോൺ പ്രൈമുമാണ് ബാൾട്ടി സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ റിലീസായിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് OTT റിലീസ്. അതായത് ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടി ബാൾട്ടി സിനിമ OTTയിലെത്തും. അടുത്തൊരു അപ്ഡേറ്റ് ഭാഗ്യ 2 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ടൈഗർ ഷറഫ് നായകനായ സിനിമയാണ് ഭാഗ്യ 2. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ഭാഗ്യ 2. ഈ സിനിമയുടെ OTT അവകാശം ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ വീക്കിലാണ് ഭാഗ്യ 2ന്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷൈനിക നായകനായ സിനിമയാണ് വേല. ഇതൊരു ത്രില്ലർ സിനിമയാണ്. 2023ലാണ് സിനിമ റിലീസായത്. ഇതുവരെ OTT വന്നിട്ടില്ല. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് വേല സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ മനോരമ മാക്സ് ആണ് വേല സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഒക്ടോബർ മാസം 30-ന് മുന്നേ വേല സിനിമ റിലീസാക്കും. അടുത്തൊരു അപ്ഡേറ്റ് മിറാഷ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ജിത്തു ജോസഫിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു മിറാഷ്. ഒരുപാട് മികച്ച സസ്പെൻസുകൾ സിനിമയിലുണ്ട്. എന്നിട്ടും മിറാഷ് സിനിമ പരാജയപ്പെട്ടു. തിയേറ്ററിൽ നിന്ന് മിക്സഡ് അഭിപ്രായമാണ് മിറാഷിന് ലഭിച്ചത്. ഇപ്പോൾ ഇതാ ഈ ഒരു സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. സോണി ലീവാണ് മിറാഷ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഒക്ടോബർ മാസം 23-നാണ് മിറാഷിൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കാന്താര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് കാന്താര. ഋഷഭ് ഷെട്ടിയാണ് കാന്താര സിനിമയിലെ നായകൻ. 600 കോടിക്ക് മുകളിൽ സിനിമ കളക്ഷൻ നേടിക്കഴിഞ്ഞു. എല്ലാവരും പോസിറ്റീവ് റിപ്പോർട്ടാണ് കാന്താരയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഈ ഒരു സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് OTT റിലീസ്. അതായത് നവംബർ മാസം ഫസ്റ്റ് വീക്കിലാണ് കാന്താര സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബസൂക ഇനി ആരും തന്നെ കാത്തിരിക്കുന്നില്ല. കാത്തിരുന്ന് മടുത്തിരിക്കുകയാണ്. മമ്മൂട്ടി മികച്ച ആക്ഷൻ രംഗങ്ങൾ കാഴ്ചവെച്ച സിനിമയാണ് ബസൂക. തിയേറ്ററുകളിൽ പരാജയപ്പെട്ടാലും OTTയിൽ വന്നാൽ വിജയിക്കാൻ സാധ്യതയുള്ള സിനിമയാണ് ബസൂക. പക്ഷേ C5 ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. നേരത്തെ തന്നെ OTT വാങ്ങിയിട്ടും ഇത്രയും നാളായിട്ട് OTT റിലീസാക്കിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഒക്ടോബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടി ബസൂക സിനിമ OTTയിലെത്തുന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് ലോക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമയാണ് ലോക. 300 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് ലോക. കല്യാണി നസ്ലിനാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ലോകയ്ക്ക് 5 ചാപ്റ്റർ ഉണ്ടെന്നാണ് നിർമ്മാതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ ലോക സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാറാണ് ലോക സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നിട്ടില്ല. പക്ഷേ എക്സ്പെക്റ്റഡ് ഡേറ്റ് ആയിട്ട് പറയുന്നത് ഒക്ടോബർ മാസം 23-ന് ലോക സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിൽ വരുമെന്നാണ്. ആരാധകർ ലോക സിനിമ OTTയിൽ വന്നിട്ട് ഒന്നും കൂടി കാണാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.